ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. റീഡ് ദ ഇൻഡിക്കേറ്റേഴ്സ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് എലിമെൻറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ ഹീമോഗ്ലോബിൻ ഓഫ് ബ്ലഡ്. ബ്ലഡിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ് എന്താണ്? അയേൺ ആണ്. എന്താണ്? ഹീമോഗ്ലോബിൻ, അയേൺ, ബ്ലഡ്. ഓക്കെ. ഇനി അടുത്തത് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള എലമെൻ്റ് എന്താണ്? ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ഏതാണ്? കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ്. കാൽസ്യമാണ് മെയിനായിട്ടുള്ളത്. നെക്സ്റ്റ്, റിട്ടെയിൻ വാട്ടർ നീഡഡ് ഇൻ ദ ബോഡി. ബോഡിയിൽ വെള്ളം നിലനിർത്തുന്നത് എന്താണ്? സോഡിയമാണ്. അത് സോഡിയമാണ്. നെക്സ്റ്റ്, ഫോർ ദ പ്രോപ്പർ ഫങ്ഷൻ ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എലമെൻറ്റ് എന്താണ്? അയോഡിനാണ്. അപ്പോൾ അയേൺ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ, കാൽസ്യം എന്ന് പറയുന്നത് ടീത്ത്, ബോണ്, സോഡിയം എന്ന് പറയുന്നത് വാട്ടർ ലെവല്, അയോഡിൻ എന്ന് പറയുന്നത് എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡ്. അത് കണക്ഷൻ ഓർമ്മിച്ച് വെക്കുക. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് ഈ ന്യൂട്രിയൻറ്റും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ്, അതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന സിംറ്റം ഡിഫിക്കൽട്ട് ടു സീ ഇൻ ഡിം ലൈറ്റ്, അതായത് അരണ്ട വെളിച്ചത്തിൽ കാണാനുള്ള ബുദ്ധിമുട്ട്. അത് എൻ്റെ കുറവ് കൊണ്ടും ആണ് വന്നത്. ആ ഒരു രോഗത്തിൻ്റെ പേരെന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ഈ രോഗത്തിൻ്റെ പേര്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ടു സീ ഇൻ ഡിം ലൈറ്റ്. അടുത്തത് ഇവിടെ തന്നെ ലെഷേഴ്സ് ഇൻ ദ മൗത്ത് സോഴ്സ്, വായിൽ വ്രണങ്ങൾ. അതെന്താണ്? വൈറ്റമിൻ ബി. അപ്പോൾ വൈറ്റമിൻ ബി, മൗത്ത് സോഴ്സ്, ലെഷേഴ്സ് ഇൻ ദ മൗത്ത്. ഇനി അടുത്തത് വൈറ്റമിൻ സി ആണ്. ഡിസീസിൻ്റെ പേര് എഴുതിയിട്ടില്ല. പസ് ആൻഡ് ബ്ലീഡിങ് ഗംസ്. അതെന്താണ്? വൈറ്റമിൻ സി, സ്കർവി. എന്താണ്? സി, സ്കർവി, പസ് ആൻഡ് ബ്ലീഡിങ് ഗംസ്. ഇനി അടുത്തത് റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ ഡി ആണ്. ബോൺസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് ബെൻഡ്. എല്ലുകളൊക്കെ വളർന്നു പോകുന്ന അവസ്ഥ, ചുരുങ്ങുന്ന ഒരവസ്ഥ. ഇനി അനീമിയ എന്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ്? അയേൺ. ഓക്കെ, അയേൺ, അനീമിയ, ലാക്ക് ഓഫ് ബ്ലഡ്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. രണ്ടാമത്തത് വൈറ്റമിൻ ബി, മൗത്ത് സോഴ്സ് ആണ്. വൈറ്റമിൻ സി, സ്കർവി ആണ്. വൈറ്റമിൻ ഡി, റിക്കറ്റ്സ് ആണ്. പിന്നെ അയേൺ, അനീമിയ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ഇൻ ഫുഡ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്? അയേൺ, അനീമിയ വരും. പിന്നെ അതേപോലെ തന്നെ ഗോയിറ്ററും വരും. ഗോയിറ്ററും അയോഡിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണ്? വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ഇൻ ഫുഡ്. ഫുഡിൽ അയേണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോയിറ്റർ. നെക്സ്റ്റ്, വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ദീസ് ഡിസീസ്. അപ്പോൾ ഈ ഗോയിറ്റർ വരുന്നത് തടയാൻ നമ്മൾ എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്? യൂസ് സീ ഫുഡ്. ഓക്കെ. ആൻഡ് അയഡൈസ്ഡ് സാൾട്ടും അതേപോലെ തന്നെ കടലിലെ ചെറു മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഗോയിറ്റർ നമുക്ക് ഒഴിവാക്കാം. ഗോയിറ്റർ വരുന്നത് എന്തുകൊണ്ടാണ്? അയോഡിൻ്റെ കുറവ് മൂലമാണ്. ഇതൊരു ഡയഗ്രാം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ റിലേഷൻ എമംഗ്. ഇവിടെ നോക്കൂ. ഇവിടെ എ എന്താണ്? എ ഫുഡ് എന്ന് തന്നിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന ആരാണ്? എന്താ നമ്മളിവിടെ എ എന്ന് എഴുതുക? ഫുഡ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് എ എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് എന്ന് എഴുതാം. പ്രൊഡ്യൂസേഴ്സ്, അതായത് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നു, അത് കൺസ്യൂമേഴ്സ് കഴിക്കുന്നു. പിന്നെ ഇവിടെ എന്താണ്? ഡി കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ബി. ഇവിടെ എന്താണ്? ബി എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, ഡീകമ്പോസേഴ്സ് ആണ് ഇവിടെ ബി. ഡീകമ്പോസേഴ്സ്. ഓക്കെ.
പിന്നെ അത് ഡീക്കേ ചെയ്യുന്നു, എന്നിട്ട് ഓർഗാനിക് മാറ്റർ ആവുന്നു, എന്നിട്ട് അത് അബ്സോർബ് ചെയ്തിട്ട് പിന്നെയും പ്രൊഡ്യൂസേഴ്സ് ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ സർക്കിൾ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ഓരോന്നുമായിട്ട് നോക്കാം. പ്രൊഡ്യൂസേഴ്സ് ആർ ഗ്രീൻ ലീവ്സ്. എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സസ്യങ്ങളായിരിക്കും. ദേ സിന്തസൈസ് ഫുഡ് യൂസിങ് ഓർഗാനിക് സബ്സ്റ്റൻസ്. അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? ഓർഗാനിക് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് ഫോർ ദെയർ ഫുഡ്. കൺസ്യൂമേഴ്സ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? പ്രൊഡ്യൂസേഴ്സിനാണ്. അവരെന്തെങ്കിലും ഉണ്ടാക്കിയാലേ ഉള്ളൂ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക. ഓക്കെ. ഇനി നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഫസ്റ്റ് ലെവൽ പ്രൊഡ്യൂസേഴ്സ്, അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിനിൻ്റെ ഫസ്റ്റ് ലെവൽ ആരാന്ന് ചോദിച്ചാൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ലാസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ് ആണ്. അത് ഓർമ്മിച്ച് വെക്കുക. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രീൻ പ്ലാന്റ്സും. ലാസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഡീകമ്പോസേഴ്സുമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതാണ്. ദ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ദാറ്റ് ആർ ഫോംഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് ദ ഡെഡ് റിമെയിൻസ് ബൈ ദ ഡീകമ്പോസേഴ്സ്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അഥവാ പ്ലാന്റ്സ് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ, മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എടുത്തിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ന്യൂട്രിയൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡീകമ്പോസേഴ്സ് ഈ ഡെഡ് റിമൈൻസിൽ പ്രവർത്തിച്ച് ഡീകമ്പോസിഷൻ ചെയ്ത ഡീകമ്പോസിഷൻ ചെയ്ത് അതിലുണ്ടാകുന്ന ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ കണക്ഷൻ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ദ ഫുഡ് ഫോംഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് ആർ യൂസ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവർ ഫുഡ് ഉണ്ടാക്കുന്നു, അത് കൺസ്യൂമർ ഉപയോഗിക്കുന്നു, അത് പിന്നെ ഡീകമ്പോസ് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്തിട്ട് ഓർഗാനിക് ആവുന്നു, എന്നിട്ട് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എടുത്തിട്ട് പിന്നെയും ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ ഒരു സർക്കിൾ അങ്ങനെ മൂവ് ചെയ്യാണ്. The dead remains of the producers and the consumers are again decomposed by അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് ഫൗണ്ട് ദാറ്റ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് എനി ഫുഡ് ചെയിൻ ഈസ് ഗ്രീൻ പ്ലാന്റ്സ്. വാട്ട് മൈറ്റ് ബി ദ റീസൺ? നമ്മളിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ എപ്പോഴും ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അതെന്താണ് കാരണം? ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ ഓൺലി ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രിപ്പയർ ദ ഫുഡ് ഫ്രം ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ഇൻഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഗ്രീൻ പ്ലാന്റ്സ് എപ്പോഴും ഫസ്റ്റ് ലെവലിൽ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലെവലിംഗ് ഓഫ് ഹിൽസ് കോസ് ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് മെനി എക്കോസിസ്റ്റം. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഹിൽസ് അതായത് കുന്നിടിച്ചാൽ അത് ഒരുപാട് എക്കോസിസ്റ്റംസിൻ്റെ നാശത്തിന് നയിക്കും. അതെന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽ കോസസ് ദ ലോസ് ഓഫ് ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് മെനി ഓർഗാനിസം. ഒരു കുന്നിടിക്കുക എന്ന് പറയുന്നത് ദാറ്റ് കോസസ് ദ ലോസ് ഓഫ് ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം. ഒരുപാട് ഓർഗാനിസംസിൻ്റെ താമസ സ്ഥലം അവിടെ നഷ്ടപ്പെടുകയാണ്. ഇറ്റ്സ് എഫക്റ്റ് ദ പാർട്ടി ഫീൽഡ്. ഒരുപാട് വയലുകൾ നഷ്ടപ്പെട്ടു പോകും. കുളങ്ങളില്ലാതായി പോകും. ലേക്ക്, തടാകങ്ങൾ, സ്ട്രീം, വെള്ളച്ചാട്ടങ്ങൾ, ഇതൊക്കെ അരുവികൾ, ഇതൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ലെവലിംഗ് ഓഫ് ഹിൽസ് കോസ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് മെനി എക്കോസിസ്റ്റം. പല എക്കോസിസ്റ്റത്തിനെയും ഈ ലെവലിംഗ് ഓഫ് ഹിൽസ് ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ എൻ എക്കോസിസ്റ്റം? ഒരു എക്കോസിസ്റ്റത്തിൽ ഡീകമ്പോസേഴ്സിനുള്ള പങ്ക് എന്താണ്? റൈറ്റ് എനി 2 എക്സാമ്പിൾ ഫോർ ഡീകമ്പോസേഴ്സ്. എന്തൊക്കെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഡെഡ് റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആർ ഡീകമ്പോസ്ഡ് ബൈ ഡീകമ്പോസേഴ്സ്. അതായത് ലിവിങ് ഓർഗാനിസത്തെ ഒക്കെ ചത്തുപോവല്ലോ, കുറേ കാലം കഴിഞ്ഞിട്ട് ലിവിങ് ഓർഗാൻ ചത്തുപോകും. അത് ഡീകമ്പോസ് ചെയ്യുന്നത് ആരാണ്? ഡീകമ്പോസേഴ്സ് ആണ്. ന്യൂട്രിയൻസ് ആർ ഫോംഡ് ബൈ ഡീകമ്പോസിഷൻ. ഇത് 2 ഉദാഹരണമാണ് ബാക്ടീരിയയും ഫംഗസും. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. രാഹുൽ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് കാർസ് ഡ്രിവൺ ഓൺ പെട്രോൾ ഓർ ഡീസൽ ആർ യൂസിങ് സോളാർ എനർജി ജസ്റ്റ് ലൈക്ക് കാർസ് ഡ്രിവൺ ഓൺ സോളാർ എനർജി. ജസ്റ്റിഫൈ രാഹുൽസ് ഒപ്പീനിയൻ. അപ്പോൾ രാഹുൽ പറയാണ് കാറ് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ പെട്രോളോ ഡീസലാണ് ഉപയോഗിക്കുന്നത്, അത് സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ന്. അത് ശരിയാണോ? എന്താണ് രാഹുലിൻ്റെ ഒപ്പീനിയനോട് നിങ്ങളുടെ അഭിപ്രായം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വി മസ്റ്റ് മിനിമൈസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ്. നമ്മൾ ഫോസിൽ ഫ്യൂവൽസൊക്കെ മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കണം, പരമാവധി കുറച്ച് ഉപയോഗിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മൂന്നാമത്തെ ചോദ്യം. വിച്ച് ഫോം ഓഫ് എനർജി ഡസ് ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ്? എല്ലാ സബ്സ്റ്റൻസും കണ്ടെയ്ൻ ചെയ്യുന്ന, എല്ലാ സബ്സ്റ്റൻസിലുള്ള എനർജി ഏതാണ്? ഇങ്ങനെ 3 ചോദ്യങ്ങളാണുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. ഈ പെട്രോളും ഡീസലും സോളാർ എനർജി ഉപയോഗിക്കുന്നതിന് സമമാണോ എന്ന്.
പെട്രോൾ ആൻഡ് ഡീസൽ ആർ ഫോസിൽ ഫ്യൂവൽസ്. പെട്രോളും ഡീസലും എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഓക്കെ, ദീസ് കണ്ടെയ്ൻസ് ദ എനർജി ദാറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റിസീവ്ഡ് ഫ്രം ദ സൺ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ദ സണ്ണാണ്. സൂര്യനിൽ നിന്ന് എനർജി റിസീവ് ചെയ്യുന്നു പ്ലാന്റ്സും ആനിമൽസും. അതിൽ നിന്നാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് കാർസ് ടു യൂസ് സോളാർ എനർജി ലൈക്ക് ദ കാർ റൈഡിങ് വിത്ത് സോളാർ എനർജി. അപ്പോൾ ഈ ഒരു കാറും സോളാർ എനർജി ഒരു വിധത്തിൽ പ്രത്യക്ഷമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വി മസ്റ്റ് മിനിമൈസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ നമ്മൾ ഫോസിൽ ഫ്യൂവൽസൊക്കെ പരമാവധി കുറച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അഗ്രി വിത്ത് ദ ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. ഇവയൊന്നും നമുക്ക് ഇനിയും റിന്യൂ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റാത്തതാണ്. സോ ദേ യൂസ് മസ്റ്റ് ബി മിനിമൈസ്ഡ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഫോം ഓഫ് എനർജി ഡസ് ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ്? എല്ലായിടത്തും ഉള്ളത്, എല്ലാ സബ്സ്റ്റൻസിലും ഉള്ളത് എന്താണ്? കെമിക്കൽ എനർജിയാണ്. എന്താണ്? കെമിക്കൽ എനർജി. ഓക്കെ, ഇനി നമുക്ക് വേറെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഒരു ലൈക്ക് ഇടാൻ ആരും മറക്കരുത്.